ഒരു കുസൃതി ചോദ്യം. സാറുണ്ടെങ്കിൽ അവിടെ കുസൃതി ചോദ്യം ഉണ്ടാവില്ല. നട്ടാൽ മുളയ്ക്കാത്തതും എന്നാൽ കഴിക്കാൻ പറ്റാത്തതുമായ ഒരു പയർ. ഒരുപാട് പയർവർഗ്ഗമുണ്ട്, അതിനകത്ത് നട്ടാൽ മുളയ്ക്കത്തില്ല, നട്ടാൽ മുളയ്ക്കത്തില്ല, എന്നാൽ അത് കഴിക്കാൻ പറ്റാത്തതുമായ ഒരു പയർ. എംപയർ ആണോ? ഇല്ല. എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? ക്ലൂ ക്രിക്കറ്റിലൊക്കെ ഇങ്ങനെ അമ്പയർ. ആദ്യം പറഞ്ഞ ശരി തന്നെയാണ്, ഞാൻ ഒന്നുകൂടെ കുഴപ്പിക്കാൻ നോക്കിയാ. വെരി ഗുഡ്, വെരി ഗുഡ്. കേറി പാടാ മക്കളെ. ഇതാ മൂന്നാമത്തെ ചോദ്യം, ഒരു വീഡിയോ ആണ്. സ്കെലിറ്റൻ ചിരിക്കുമ്പോലെ ചിലമ്പുന്ന മോന്തായം, മഴച്ചാറ്റലേറ്റാലും കടൽക്കാറ്റ് കൊണ്ടാലും ഇരുമ്പിൻ തുരുമ്പെന്നാലും ഇതാണ് എന്റെ കൊട്ടാരം. പട്ടിണി മാറ്റാൻ നെട്ടോട്ടം ഈ പട്ടണ നടുവിൽ പടയോട്ടം, പട്ടിണി മാറ്റാൻ നെട്ടോട്ടം ഈ പട്ടണ നടുവിൽ പടയോട്ടം. പാപികളായി പല പാരപരാക്രമ വീരമോടെ വരവായി പറക്കും തളിക, ഇത് മനുഷ്യരെ കറക്കും തളിക. വടികഠാര വെടി പടഹമോടെ ജനപിടി തുടങ്ങി. പാട്ട് കേട്ടല്ലോ, കേട്ടു. ഔസേപ്പച്ചൻ സംഗീതം, ഞാൻ പാടിയതാണ്. ചോദ്യം, എത്ര കന്യാസ്ത്രീകളെയാണ് പറക്കും തളിയ എന്ന ഈ ബസ് കരി തേച്ച് വിടുന്നത്? 5, 6, 8. A 5, B 6, C 8. എന്നാലും 5 അല്ല, 6 8 ഡൗട്ടുണ്ട്. എന്തായാലും കറക്കി കുത്തി 8, C 8. അതാ, അതുകൊണ്ടാണ് 6 അല്ല. അപ്പൊ അതിൽ കൂടുതലുണ്ട്. അപ്പൊ 7 8 അപ്പൊ 7 ഇല്ല, ഓപ്ഷനിൽ 7 ഇല്ല. അപ്പൊ 8 കറക്കി കുത്തി വെച്ച് അപ്പൊ 8നെ ഞാൻ എടുത്തിട്ട് പൂട്ടി വരിഞ്ച് മുറുകിയിരിക്കുകയാണ്. ഓക്കെ, ഡാൻസ് ചെയ്യുമെന്ന് പറഞ്ഞു, പാട്ട് പാടുമെന്ന് പറഞ്ഞു. ഡാൻസ് എന്തായാലും ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. പാട്ട് പാടി. ഇനി എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഉള്ളത്? മിമിക്രി വല്ലതും ഉണ്ടോ? മിമിക്രി അങ്ങനെ ചെയ്യാനായിട്ട് ഇല്ല. ചേട്ടൻ ചെയ്യുമ്പോൾ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഗോഷ്ടിക്ക് പറയും, അത്രേ ഉള്ളൂ. പിന്നെ ജാനകിയമ്മയുടെ സൗണ്ട് അല്ലെങ്കിൽ വാണിയമ്മയുടെ സൗണ്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ. അപ്പൊ നമുക്കൊരു ജാനകിയമ്മയുടെ വേണോ അതോ വാണിയമ്മയുടെ വേണോ? ജാനകിയമ്മയുടെ സംസാരിക്കുന്നത് രീതിയിൽ പറയാം, പക്ഷെ സാറും കൂടെ ഹെൽപ്പ് ചെയ്യണം. ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് മലയാളം. ശ്രീകുട്ടനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ശ്രീകുട്ടൻ ഒന്ന് 2 വരി പാടുമാ? മലരേ മൗനമാ മൗനമേ തൂങ്കമാ മലർകൾ പേശുമാ മൗനമാ മൗനമേ വേദമാ. ഈ ഒരു അനുഗ്രഹീത കലാകാരിയാണ്. ജാനകിയമ്മയെ പറ്റി എന്ത് പറഞ്ഞാലും നമുക്ക് തീരില്ല, മലയാളികൾക്ക് തീരില്ല. കാരണം ഒരു അന്യഭാഷ ഇന്ന് വന്നിട്ട് ഇത്രയും മനോഹരമായിട്ട് പാടുന്ന, അക്ഷരസ്ഫുടതയോടുകൂടി പാടുന്ന ഒരു ജീനിയസ് എന്ന് പറയുന്നതാണ് ഇവരെല്ലാരും തന്നെ. സുശീലാമ്മയായാലും വാണിയമ്മയായാലും ജാനകിയമ്മയായാലും എന്തിന് ശ്രേയാ ഘോഷൽ. കാരണം മലയാളം നമുക്ക് അത്ര എളുപ്പത്തിൽ വഴങ്ങുന്ന ഒരു ഭാഷയല്ല. പക്ഷെ നമ്മളൊക്കെ ഹിന്ദിയിലും തമിഴിലും ഒക്കെ പോയി പാടിക്കഴിഞ്ഞാല് അവരൊട്ടും സമ്മതിക്കത്തില്ല. അവര് പറയും ഇതുപോലെ അവിടെ പോയി ഇവിടെ പോയി അങ്ങനെ പോയി. പക്ഷെ അവര് വളരെ കൃത്യമായിട്ട് അവരിത് പാടുന്നുണ്ട്. എല്ലാം ദൈവത്തിന്റെ ഒരു ശക്തി അല്ലേ? അപ്പം 8 പറഞ്ഞിരിക്കുന്ന ഉത്തരം. കന്യകാസ്ത്രീകൾ വന്ന് ഈ 8 ഇരിക്കുന്നത് നിങ്ങൾ ചൊല്ലിയിരിക്കും. ഓക്കെ, 8 ശരിയായി പോച്ചമ്മ, കറക്റ്റ്. 2000 രൂപ അക്കൗണ്ടിലെ വന്നാച്ചേ. അതാണല്ലോ ഇതിന്റെ ഒരു അത്